തുടങ്ങിയേക്കാം. അപ്പോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ചില ലേക്കും ലെഗാനുമില്ലാത്ത വചനങ്ങളാണ് പഠിച്ചുകൊണ്ട്. ഞാനതുകൊണ്ട് ഖുർആനകത്ത് ഇൻഡെക്സ് നോക്കി കണ്ടുപിടിച്ച അത്രയും നിങ്ങളുടെ സമയം പോകുന്നത് കൊണ്ട് ഇത്രയും സമയവും ഇരുന്ന് അത് റഫർ ചെയ്യുമായിരുന്നു. ഇങ്ങനെ എഴുതി രേഖപ്പെടുത്തി വെക്കലായിരുന്നു ഇതുവരെയുള്ള പണിയേട്ടം. നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും പ്രത്യേകിച്ച് വിമർശനമാണെങ്കിൽ നല്ല രൂപത്തിലുള്ള അറിവ് നേടിയിട്ടല്ലേ നമ്മളിത് പറയാൻ പാടുള്ളൂ. അറിയാത്ത ആളുകൾ വന്ന് പിച്ചുമ്പേയും പറയുന്നത് പോലെയല്ലല്ലോ ഒരു കാര്യം പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമായിരിക്കണം, അടിസ്ഥാന യോഗ്യമായിരിക്കണം. എനിക്കത് വളരെ നിർബന്ധമാണ്. എന്ത് ചെയ്താലും ഒരു പെർഫെക്ഷൻ നിർബന്ധമുള്ള ആളാണ് ഞാൻ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു. ഈ ഗസ്റ്റിനോട് നമ്മളിപ്പോൾ അവരുടെ ഉമ്മയെ നമുക്കറിയുന്ന ആളാണ്, അമ്മയെ അറിയുന്ന ആളാണ്. അപ്പോൾ നമ്മൾ അയാളുടെ കയ്യിൽ ഒരു 1000 രൂപ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു, അതെ 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 ശങ്കർ, പഠിച്ചിട്ട് വിമർശിക്കണം. ഫോളോ ചെയ്യാൻ ജസ്റ്റ് അറിവ് മതി, പക്ഷേ വിമർശിക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണല്ലോ. പഠിച്ചാൽ ഉറപ്പായിട്ടും വിമർശിച്ചു പോകുന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ 1000 രൂപ കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, അതെ നമുക്ക് കൊടുത്തേക്കണേ. ഓക്കെ, കൊടുക്കാം കേട്ടോ. പിന്നെ വന്ന് സിറ്റിയിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് അപ്പോഴും പറഞ്ഞു, അതെ ഉമ്മാക്ക് കൊടുത്തേക്കണേ. ഓക്കെ, കൊടുക്കാം കേട്ടോ, മറക്കത്തില്ല കേട്ടോ. വീണ്ടും സംസാരിച്ച് കുറച്ച് കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കണമെന്ന് തോന്നി. കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പം വീണ്ടും പറയുന്നു, അതെ ഉമ്മാക്ക് അത് കൊടുത്തേക്കണേ. കൊടുക്കാം. ഓക്കെ, പിന്നെ സംസാരിച്ചു കഴിഞ്ഞു, യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ സമയത്ത് വീണ്ടും പറയുന്നു, കൊടുക്കണേ. വീണ്ടും ഗേറ്റിന്റെ അവിടെ വരെ ഇവരെ അനുഗമിച്ചിട്ട് പിന്നെയും പറയുവാണ്, കൊടുത്തേക്കണേ. ഇവൻ ആത്മാഭിമാനമുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? ആ പൈസ ഭദ്രമായിട്ട് തിരിച്ച് ഈ കക്കാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഒന്നും ഉണ്ടായിട്ടല്ല, കക്ക കൊടുത്തോ. എന്താണെന്നറിയോ? സമയമില്ലാത്തോണ്ട ഞാൻ അതുവഴി കയറത്തില്ല കേട്ടോ, ഉമ്മയെ കാണാൻ ഞാൻ നിൽക്കുന്നില്ല, അതുകൊണ്ട് തൽക്കാലം കക്ക കൊടുത്തോ കേട്ടോ. കാരണം അത്രയ്ക്കും വിശ്വാസമില്ലാത്തവൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നല്ലേ ചോദിക്കൂ സ്വാഭാവികമായും. അങ്ങനെയല്ലേ പറയൂ. ഇതൊന്നുമല്ല, ഒരാളോടൊരു വിശ്വാസക്കുറവ്. ഇനിയിപ്പോ പടച്ചോന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഞാനാണ് കേട്ടോ ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത്. ഓക്കെ പടച്ചോനെ, ശരി, ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച് ഞാനാണ്. നിങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനാണ് കേട്ടോ. ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. കടലും കരയൊക്കെ ഞാനാ സൃഷ്ടിച്ചത്. ഈ ആകാശവും ഭൂമിയും അതിനിടയിലുള്ളത് മുഴുവനും ഞാനാണ് സൃഷ്ടിച്ചത് കേട്ടോ. പഠിച്ചോനെ, സമ്മതിച്ചു. കുളങ്ങൾ ഞാനാ സൃഷ്ടിച്ചത്. ശരി, മഴയും ശരി, വെയിലും ഓക്കെ. അപ്പോ എല്ലാം ഞാനാണ് സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് പറയണത് കടലിലെ തിരമാലകളെ ഞാനാണ് കേട്ടോ സൃഷ്ടിച്ചതാ. പഠിച്ചോനെ, ശരി. ആത്മാഭിമാനമുള്ളവർ തിരിച്ചു ചോദിക്കല, അല്ല പഠിച്ചോനെ, പഠിച്ചോനാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെന്ന് പഠിച്ചോൻ എന്തെങ്കിലും ഒരു അവിശ്വാസം ഉണ്ടോ? പഠിച്ചോൻ എന്തോ ഒരു വിശ്വാസമില്ലാത്തതുപോലെ ഉണ്ടല്ലോ പഠിച്ചോന്റെ വാക്കുകളിൽ. അല്ല, അങ്ങനെ നമുക്ക് മനസ്സിലായത് പഠിച്ചോനാണ് ഈ ലോകവും ഈ ലോകത്തിനകത്തും പുറത്തുമുള്ള മുഴുവനും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. നമുക്കിത് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ആകാശവും ഭൂമിയും അതിനകത്തുള്ളത് മുഴുവനും സൃഷ്ടിച്ചത് പടച്ചോനാണ്. ഈ നിമൽ ആനന്ദ് എന്തോ കാണാൻ വന്നതാ? ലൈവ് എന്ന് പറഞ്ഞാല് നിന്റെ വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടിരുത്തി സംസാരിക്കുന്നതാണ് അല്ലേ? ശരി, ഓക്കെ. അപ്പോ ഈ ആകാശവും ഭൂമിയും അതിനകത്തുള്ളത് മുഴുവനും സൃഷ്ടിച്ചിട്ടും മറ്റുള്ളവർ എന്താ എന്നെ അങ്ങോട്ട് വിശ്വസിക്കാത്തത്? വീണ്ടും 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 വിളിച്ചു പറയാണ്, ഞാനാണിത് സൃഷ്ടിച്ചത്, ഞാനാണിത് സൃഷ്ടിച്ചത്, ഇത് സംരക്ഷിക്കുന്നത് ഞാനാണിത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. കടലിനകത്തും കരയിലും ഒക്കെയുള്ള നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ബാക്ടീരിയകളെ വരെ സൃഷ്ടിക്കുന്നത് ഞാനാണ്. ഇത് മൊത്തവും സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് എല്ലാം വന്നില്ലേ? പക്ഷെ എന്നാലും പടച്ചോൻ അങ്ങോട്ടൊരു തൃപ്തിയാകുന്നില്ല. പടച്ചോന് വീണ്ടും 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 അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വിചാരിക്കും ഞാൻ വെറുതെ പറയാണെന്ന് വിചാരിച്ചാലോ?
അതുകൊണ്ട് ഞാൻ കുറച്ച് ഖുർആൻ വചനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ കൃത്യമായിട്ട് തെളിവുകൾ വെച്ച് തന്നെയാണ് സംസാരിക്കേണ്ടത്. എനിക്കാണെങ്കിൽ കുറച്ചൊരു നിർബന്ധവുമുണ്ട് ആ വിഷയത്തിൽ. നോക്കിയാലോ? എന്നാ പിന്നെ നോക്കാം. ശ്രീജിത്തെ ഹായ്. പ്രജിത്ത് ഹലോ. ഖാലിദ് എന്തോ കുത്താൻ വന്നതാടാ? മറ്റൊരാളുടെ സ്വാതന്ത്ര്യമെങ്കിലും ഒന്ന് മനസ്സിലാക്കണമേ. മദ്രസയിലും പഠിച്ചിട്ട് ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ, നിങ്ങൾക്ക് ഇത് ചെയ്തൂടെ? ഓരോരുത്തർക്കും അവർക്ക് താല്പര്യമുള്ളതങ്ങ് ചെയ്യൂടെ. നീ മൂക്കും മൂലമൊന്നും കുത്തിക്കാൻ നിൽക്കണ്ടാട്ടാ. അപ്പോൾ എന്നാ പിന്നെ നമുക്ക് ഖുർആനായത്തുകൾ നോക്കിയാലോ? നിനക്ക് മറുപടി പറഞ്ഞുകൊണ്ട് എന്നിട്ടൊരു കാര്യവും ഇല്ല. ചില ഖുർആൻ വചനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിത് വെറുതെ പറയുന്നതല്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ്. നോക്കിക്കാം എത്രാമത്തെ അധ്യായമാണ്, എത്രാമത്തെ വചനമാണ് ഇത് എന്നൊക്കെ ഇതിന്റെ താഴെയുണ്ട് കേട്ടോ. ദാ 2-ാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 283-ാമത്തെ വചനമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തത് എന്തോ ഒരു ബ്ലറായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ബ്ലറാവുന്നില്ലല്ലോ, കാണുന്നില്ലേ? 2-ാം അധ്യായമായ സൂറ അൽ ബക്കറയിലെ 283-ാമത്തെ വചനമാണ് നമ്മൾ വായിക്കുന്നത്. ഇനി നിങ്ങൾ യാത്രയിലാകുകയും ഒരു എഴുത്തുകാരനെ കിട്ടാതിരിക്കുകയുമാണെങ്കിൽ പണയ വസ്തുക്കൾ കൈവശം കൊടുത്താൽ മതി. ഇനി നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വല്ലതും വിശ്വസിച്ചേൽപ്പിച്ചാൽ ആ വിശ്വാസം അർപ്പിക്കപ്പെട്ടവൻ തൻ്റെ വിശ്വസ്തത നിറവേറ്റുകയും തൻ്റെ രക്ഷിതാവിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ സാക്ഷ്യം മറച്ചു വയ്ക്കരുത്. ആരതു മറച്ചു വയ്ക്കുന്നുവോ അവന്റെ മനസ്സ് പാപപങ്കിലമാകുന്നു. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നവനാകുന്നു. ഇത് 2-ാം അധ്യായത്തിലെ 283 നമുക്ക് നോക്കേണ്ടത് 284. ഞാൻ 284 എന്ന് വിചാരിച്ചെടുത്തത് 283 പോയി. ഇതാണ് വചനം. 2-ാം അധ്യായം ബക്കറ ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. പടച്ചോനൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് പിന്നെയും പടച്ചോൻ അരക്കിട്ട് ഉറപ്പിക്കുവാണ്. നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചു വെച്ചാലും അള്ളാഹു അതിൻ്റെ പേരിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. കണ്ടല്ലോ, നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാലും ശരി, നമ്മളത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അത് പടച്ചോൻ അറിയും എന്ന ഒരു ബോധ്യം നമുക്കുണ്ടായിക്കൊള്ളട്ടെ എന്ന് കേട്ടോ. അപ്പോൾ ഇത് തൽക്കാലം നമ്മൾ മനസ്സിൽ വെക്കുക. ഇനിയും അടുത്ത വചനം നോക്കിയോ. അടുത്തത് 3-ാം അധ്യായത്തിലെ 165-ാമത്തെ വചനമാണ്. അറബി നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്കൊരു വിപത്ത് നേരിട്ടു, അതിൻ്റെ ഇരട്ടി നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്ക്? ശത്രുക്കൾക്ക് വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ പറയുകയാണോ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന്? നബിയെ പറയുക, അത് നിങ്ങളുടെ പക്കൽ നിന്ന് തന്നെ ഉണ്ടായതാകുന്നു.
തീർച്ചയായും അള്ളാഹു ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. കണ്ടോ? കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അള്ളാഹു പറയും പറ്റുമത്രേ അത് തിരിച്ചു കൊടുക്കാൻ. അള്ളാഹു കഴിവുള്ളവനാകുന്നു. ആദ്യം പറഞ്ഞതും അള്ളാഹു കഴിവുള്ളവനാണ് എന്നായിരുന്നു. വീണ്ടും അള്ളാഹു അത് ആവർത്തിക്കുവാണ്, ഞാൻ കഴിവുള്ളവനാണ് കേട്ടോന്ന്. അടുത്ത വചനം നോക്കോ, 3-ാം അധ്യായത്തിലെ 189-ാമത്തെ വചനം. അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. നേരത്തെയും പറഞ്ഞല്ലോ, ലാസ്റ്റ് പറഞ്ഞത് ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അള്ളാഹു. അതിന്റെ മുകളിൽ കണ്ടോ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നവനാകുന്നു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം ഈ ഖുർആൻ വചനത്തിന്റെ ഉദ്ദേശം. ഓക്കെ, അടുത്ത 5-ാം അധ്യായത്തിലെ 40-ാമത്തെ വചനത്തിൽ പറയാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാണെന്ന് നിനക്കറിഞ്ഞുകൂടെ. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് വീണ്ടും അള്ളാഹു ആവർത്തിക്കുകയാണ്. നമുക്ക് പിന്നെ ഇതിലേക്ക് വരാം. ഞാൻ ആദ്യം ഈ വചനങ്ങളൊന്ന് കാണിച്ചു തരാം. 5-120 നോക്കോ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയിലുള്ളതിന്റെയും ആധിപത്യം അള്ളാഹുവിനത്രേ. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. വീണ്ടും അത് ആവർത്തിക്കുവാണ്. അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്നു കിട്ടുമ്പോഴും അവരതിനെ അവഗണിച്ച് കളയുക തന്നെയാകുന്നു. അതായത് പടച്ചോന്റെ ദൃഷ്ടാന്തം അവർ അവഗണിക്കുവാണ്. 6:4. ഓക്കെ, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്ത വല്ല ജനതയെയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും. അവൻ ഒരു ഉപദ്രവവും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഓക്കെ, 9:39. ഇനി അള്ളാഹുവിങ്കലേക്കാണ് നിങ്ങളുടെ മടക്കം. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്രേ. 11:4. അള്ളാഹുവിനാണ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യ ജ്ഞാനമുള്ളത്. അന്ത്യസമയത്തിന്റെ കാര്യം കണ്ണ് ഇമ വെട്ടും പോലെ മാത്രമാകുന്നു, അഥവാ അതിനേക്കാൾ വേഗത കൂടിയതാകുന്നു. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഓക്കെ, 16:77. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായുള്ളവൻ. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. 22:6. എല്ലാ ജന്തുക്കളെയും അള്ളാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഉദരത്തിന്മേൽ ഇഴഞ്ഞു നടക്കുന്നവരുണ്ട്, 2 കാലിന്മേൽ നടക്കുന്നവരും അവരിലുണ്ട്, 4 കാലിൽ നടക്കുന്നവരും അവരിലുണ്ട്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. 24:25. അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകൂ എന്നതിനോട് പറയുക മാത്രം ചെയ്യുന്നു, അപ്പോൾ അത് ഉണ്ടാകുന്നു. അതായത് എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് സമർത്ഥിക്കും. 60:40-68. അതല്ല, അവർ അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുകയാണോ? എന്നാൽ അള്ളാഹു തന്നെയാകുന്നു രക്ഷാധികാരി. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവൻ അത്രേ. 42:9. ഓക്കെ, അള്ളാഹുവിങ്കലേക്ക് വിളിക്കുന്ന ആൾക്ക് വല്ലവനും ഉത്തരം നൽകാതിരിക്കുന്ന പക്ഷം ഈ ഭൂമിയിൽ അവനെ തോൽപ്പിക്കാനാവില്ല. അള്ളാഹുവിന് പുറമെ അവൻ രക്ഷാധികാരികൾ ഉണ്ടായിരിക്കുകയുമില്ല. അത്തരക്കാർ വ്യക്തമായ വഴികേടിലാകുന്നു. അത് തന്നെ അള്ളാഹുവിനാകുന്നു സകല കഴിവും എന്നുള്ളതാണ്. അവനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ സർവകാര്യത്തിനും കഴിവുള്ളവനാകുന്നു. 57:2. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവെ പ്രകീർത്തിക്കുന്നു. അവനാണ് ആധിപത്യം, അവനാണ് സ്തുതി, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. 64:1.
അഥവാ അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് തരുന്ന ഒരു ദൂതനെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഇറക്കി തന്നിരിക്കുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആനയിക്കുവാൻ വേണ്ടി. വല്ലവനും അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന പക്ഷം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. അവൻ അതിൽ നിത്യവാസികളായിരിക്കും. അങ്ങനെയുള്ളവൻ അള്ളാഹു ഉപജീവനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ആർക്കാ മറുപടി കൊടുക്കാൻ പറ്റാത്തത്? റണി, എന്തു പറ്റി? മനോജ് സിവി ഇപ്പോഴും തലയിലെ തട്ടം കൊണ്ടിരിക്കുക. അവിടെ ഇരിക്കെ. ആബിദ് ഖാൻ അറിയാത്ത ലാംഗ്വേജ് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. അതാണ് മിനിമം മര്യാദ. നമുക്കറിയുന്ന കാര്യത്തിൽ നിന്നാ മതിയല്ലോ. നമുക്കറിയാത്ത കാര്യത്തിൽ നിൽക്കേണ്ട കാര്യമില്ല. റെനി ട്രാവലിങ്ങിലാണ്. ഓക്കെ, സാരമില്ല, പ്രശ്നമില്ല. മീനും ഉണ്ടല്ലോ. അപ്പൊ നോക്ക്, ഇതുപോലെ ആയിരക്കണക്കിന് വചനങ്ങളുണ്ട് ഖുർആനില്. ഇതിനകത്തെല്ലാം അള്ളാഹു പറഞ്ഞ കാര്യം തന്നെ വീണ്ടും 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 ആവർത്തിക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിന്? ലക്കും ലഗാനും ഇല്ലാത്ത ഒരു പടച്ചോനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പടച്ചോൻ എന്തോ ഒരു വിശ്വാസമില്ലാത്തതുപോലെ, അതോ പടച്ചോനെ ആരും വിശ്വസിക്കുന്നില്ല എന്ന് പടച്ചോൻ പേടിക്കുന്നുണ്ടോ? ഇതിലെ ആദ്യം പറഞ്ഞ വചനം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? 2:284 അള്ളാഹു എന്താ പറഞ്ഞത്? നിങ്ങൾ മനസ്സിൽ എന്ത് സൂക്ഷിച്ചാലും ശരി, അത് പരസ്യമാക്കിയാലും ശരി, രഹസ്യമാക്കിയാലും ശരി, അത് അള്ളാഹു അറിയുമെന്നാണ്. അതൊരു തരം ഭീഷണിപ്പെടുത്തല. കാരണം മനുഷ്യര് മനസ്സിൽ പടച്ചോനെ കുറിച്ചിട്ട് ഒന്നും വിചാരിക്കാൻ പാടില്ല. നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത്, അറബി കോളേജിലും പഠിക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോഴും ഇത്തരം വചനങ്ങൾ പറഞ്ഞിട്ടാണ് ഉസ്താദുമാർ നമ്മളെ പേടിപ്പിക്കുക. അതേ, പടച്ചോനെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചാലുണ്ടല്ലോ, നല്ല കിട്ടും കേട്ടോ. നാളെ പടച്ചോന്റെ കൈ ശരി എന്നാ ചിന്തിക്കണ്ട. നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ച് തരാൻ മുസ്ലിം പുരോഹിതർ തയ്യാറായിരുന്നില്ല. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. ഇന്നും സംശയം ചോദിക്കുന്നവനെ അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത്. ആബിദ് ഖാനെ മുഹമ്മദ് നബി ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയതാ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആയിഷ പോട്ടെ, അറ്റ്ലീസ്റ്റ് ജിബിരിയിലെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചതാ? ഗ്രാമർ പോലും അറിയാത്ത പടച്ചോനെ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഖുർആനില്. ഇപ്പൊ ലക്കില്ലാതെ പറയുന്ന പടച്ചോനെയല്ലേ നമ്മൾ കണ്ടത്? യാതൊരു വകതിരിവും ഇല്ലാതെ പറഞ്ഞത് തന്നെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിടത്ത് പുല്ലിംഗം പറയും, വേറൊരിടത്ത് സ്ത്രീലിംഗം പറയും, വേറൊരിടത്ത് പ്ലൂറല് പറയും. ഇങ്ങനെ എന്താണ് എവിടെയാണ് പറയേണ്ടത് എന്ന് ലക്ക് ലഗാനും ഇല്ലാതെ പരതി നടക്കുന്ന പടച്ചോനെ ഞാൻ ഖുർആനെ കാണിച്ചു തരാം. ആബിദ് ഖാനെ മലയാളം സംസാരിക്കുന്ന ലൈവിൽ വന്നിട്ട് തനിക്ക് വേണ്ടി മാത്രം ഇംഗ്ലീഷ് സംസാരിക്കൂ എന്ന് പറയുന്നത് താങ്കളുടെ വിവരക്കേടല്ല. അതിനെക്കാട്ടെ നല്ല താങ്കൾക്ക് മനസ്സിലാകുന്നെങ്കിൽ താങ്കൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലൈവുകളിൽ കയറി പോകണം. ഇതിനകത്തൊക്കെ മലയാളികളാണ്. അത് മനസ്സിലാക്കാൻ മദ്രസയിൽ പഠിച്ചത് കൊണ്ടാണ് താങ്കൾക്ക് അതിന് കഴിയാതെ പോകുന്നത് കേട്ടോ. മദ്രസയിൽ പഠിക്കുന്നവർക്ക് സാമാന്യ മര്യാദകളൊന്നും അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഷുഹൈബ് ശരിയായ ഇസ്ലാം എന്താണെന്ന് അങ്ങ് പഠിപ്പിക്കാം. അപ്പൊ ശരിയായ ഇസ്ലാം ഖുർആൻ അല്ലാതെ നിങ്ങൾ സമ്മതിച്ചില്ലേ? ഇത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശരിയായ ഇസ്ലാം അല്ല ഈ ഖുർആൻ എന്ന്? ഇത് തന്നെ. നസീറെ, ഈ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാം മത വിമർശകരും ഇസ്ലാം സ്വീകരിച്ചാലും ശരി, ഇസ്ലാം ശരിയാണ് എന്നതിനത് തെളിവാണോ? ആണോ? ഇനിയിപ്പോ നാളെ നരേന്ദ്രമോദി പൊന്നാനിയിൽ പോയി അറ്റമെടുത്തിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന് വിചാരിക്കുക. ഇസ്ലാം ശരിയാണ് എന്നതിന് അർത്ഥമുണ്ടോ? ലോക